പുനരധിവാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പ്രളയമേഖലകളിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ബി.ജെ.പി. പ്രവർത്തകർ രംഗത്തുണ്ട്. എന്നാൽ സ്ഥിതിഗതികൾ രൂക്ഷമായ സാഹചര്യത്തിൽ മുഴുവൻ പാർട്ടി സംവിധാനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായും സജീവമാകണം. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ഉൾപ്പെടെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ പ്രളയം സൃഷ്ടിച്ച നാശനഷ്ടങ്ങൾ അതീവ ഗുരുതരമാണെന്നും സംസ്ഥാന സർക്കാർ ജനങ്ങളെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടെന്നും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രസ്താവിച്ചു. നിരവധി കുടുംബങ്ങൾക്ക് ഇപ്പോഴും സ്വന്തം വീടുകളിലേക്ക് മടങ്ങാനാകാതെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയേണ്ടി വരികയാണ്. വെള്ളമിറങ്ങിയ പ്രദേശങ്ങളിൽ പോലും കനത്ത ചെളിയും മാലിന്യങ്ങളും അടിഞ്ഞുകൂടിയതിനാൽ വീടുകളും പരിസരവും കിണറുകളും മലിനമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിവരാൻ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. ജീവനോപാധികൾ നഷ്ടപ്പെട്ടവരും കൃഷിയും ചെറുകിട വ്യാപാരം തകർന്നവരും ഉൾപ്പെടെ വലിയൊരു വിഭാഗം ജനങ്ങൾ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. പ്രളയത്തിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബി.ജെ.പി. പ്രവർത്തകർ മാതൃകാപരമായ സേവന പ്രവർത്തനങ്ങളുമായി രംഗത്തുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇപ്പോഴാണ് ദുരിതബാധിതരെ കൂടുതൽ കൈപിടിച്ചുയർത്തേണ്ട സമയം. ക്യാമ്പുകളിൽ കഴിയുന്നവരെ സഹായിക്കുന്നതിനോടൊപ്പം വീടുകളിലേക്ക് മടങ്ങുന്ന കുടുംബങ്ങൾക്ക് ആവശ്യമായ പിന്തുണ ഉറപ്പാക്കേണ്ടതുണ്ട്. വീടുകളും പരിസരങ്ങളും ശുചീകരിക്കുക, ചെളിയും മറ്റു മാലിന്യങ്ങളും നീക്കം ചെയ്യുക, മലിനമായ കിണറുകൾ വൃത്തിയാക്കി ശുദ്ധജലം ലഭ്യമാക്കുക, ഭക്ഷ്യധാന്യങ്ങളും അവശ്യ സാധനങ്ങളും എത്തിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പ്രദേശങ്ങളിലുമുള്ള ബി.ജെ.പി. പ്രവർത്തകർ നേതൃത്വം നൽകണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. സർക്കാർ സംവിധാനങ്ങളെ മാത്രം ആശ്രയിച്ചാൽ എല്ലാ ദുരിതബാധിതരിലേക്കും സമയബന്ധിതമായി സഹായമെത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സമൂഹത്തിന്റെ കൂട്ടായ പങ്കാളിത്തം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ബി.ജെ.പി. ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ദുരിതബാധിത മേഖലകളിലെ രക്ഷാപ്രവർത്തനങ്ങളിലും പുനരധിവാസ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കാളികളാകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. സംഘടനാതലത്തിൽ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് എല്ലാ ഘടകങ്ങളും പ്രവർത്തകരും ബി.ജെ.പിയുടെ ജനപ്രതിനിധികളും ഏകോപനത്തോടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമാകണമെന്നും രാജീവ് ചന്ദ്രശേഖർ നിർദ്ദേശിച്ചു. ബി.ജെ.പിയുടെ പോഷക സംഘടനയായ സേവാഭാരതി വഴി സന്നദ്ധ പ്രവർത്തകരെ നേരിട്ടിറക്കിയാണ് അടിത്തട്ടിൽ സഹായമെത്തിക്കുന്നത്. വെള്ളപ്പൊക്കത്തിനു ശേഷം സാംക്രമിക രോഗങ്ങൾ പടരുന്നത് തടയാൻ കിണറുകളുടെ ക്ലോറിനേഷൻ, വീടുകൾ ക്ലീൻ ചെയ്യൽ, ഡെറ്റോൾ, ബ്ലീച്ചിംഗ് പൗഡർ വിതരണം എന്നിവ നടപ്പിലാക്കുന്നു. ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കി ക്യാമ്പുകളിലും ബാധിത പ്രദേശങ്ങളിലും ഉടനീളം സൗജന്യ പരിശോധനയും മരുന്ന് വിതരണവും സംഘടിപ്പിച്ചു. ബി.ജെ.പിയുടെ വിവിധ ജില്ലാ മണ്ഡലം കമ്മിറ്റികൾ വഴി ശേഖരിക്കുന്ന ഡ്രൈ ഫുഡ്, വസ്ത്രങ്ങൾ, കുടിവെള്ളം എന്നിവ ദുരിതബാധിത മേഖലകളിലേക്ക് നേരിട്ടെത്തിക്കുന്നു. ദുരന്ത നിവാരണ ഫണ്ട് ഉൾപ്പെടെയുള്ള കേന്ദ്ര സഹായങ്ങൾ അർഹരായവരിലേക്ക് തടസ്സമില്ലാതെ എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ജനപ്രതിനിധികളെയും നേതാക്കളെയും മേൽനോട്ടം ഉറപ്പാക്കിയിട്ടുണ്ട്. കനത്ത മഴയിലും പ്രളയത്തിലും വലയുന്ന പ്രദേശങ്ങളിൽ അടിയന്തര ദുരിതാശ്വാസവും ദീർഘകാല പുനരധിവാസവും ഉറപ്പാക്കാൻ ബി.ജെ.പി. സംഘടനാ സംവിധാനത്തെ പൂർണ്ണമായി സജ്ജമാക്കിയിട്ടുണ്ട്. പാർട്ടി നേതൃത്വം രൂപീകരിച്ച പ്രത്യേക സമിതിയുടെ ഏകോപനത്തിലൂടെയും സേവാഭാരതി ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രസ്ഥാനങ്ങളുടെ സജീവ പങ്കാളിത്തത്തിലൂടെയും ഭക്ഷ്യസാധന വിതരണം, ശുചീകരണം, മെഡിക്കൽ ക്യാമ്പുകൾ, താൽക്കാലിക താമസ സൗകര്യങ്ങൾ എന്നിവ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നു. ദുരിതബാധിതരായ സാധാരണക്കാർക്ക് ഭൗതികവും സാമ്പത്തികവുമായ പിന്തുണ തടസ്സമില്ലാതെ എത്തിക്കുകയും കേന്ദ്ര സർക്കാർ സഹായങ്ങൾ അർഹരായവരിലേക്ക് കൃത്യമായി എത്തിക്കുകയുമാണ് ഈ പ്രവർത്തനങ്ങളുടെ പ്രധാന ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.